എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബോസ് പ്ലസിൻ്റെ പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്നത്തെ എപ്പിസോഡും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഇന്നലത്തെ പ്രൊമോയിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരുന്നു, എന്ത് സംഭവിക്കും, ശൈത്യ അവരെടുത്തുകൊണ്ട് മറ്റേ ഡേഞ്ചർ സോണിൽ കൊണ്ടുവന്ന് വെക്കുമോ എന്നൊക്കെ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഔട്ടാക്കുമോ അതെ, പക്ഷേ ഒന്നും നടന്നില്ല. പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. പക്ഷെ എന്നാലും അവർ ട്രൈ ചെയ്തു, അവർ മാക്സിമം അവർ ട്രൈ ചെയ്തു. ഈ പ്രാവശ്യത്തെ കണ്ടന്റ് നന്നായിട്ട്, കണ്ടസ്റ്റൻസും നല്ലതാണ്, എല്ലാവരും നല്ലതാണ്, അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ആണ്. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ആണ് മോസ്റ്റ്ലി, വളരെ കുറവ് ആൾക്കാരെ കണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു നല്ല ഈ പ്രാവശ്യത്തെ നല്ല സെലക്ഷൻ ആയിരുന്നു. അപ്പൊ വെറൈറ്റി ഓഫ് ഏരിയാസിൽ നിന്നുള്ള ആൾക്കാരെ കളിക്കാൻ പറ്റാത്തതായിട്ട് തോന്നിയത് ആരൊക്കെയാ? കളിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുൻഷി ഒന്നും കളിക്കാത്ത പോലെ ഒരു ഫീൽ വന്നു, ഒനിയിൽ ഒന്നും കളിക്കാത്ത പോലെ ഒരു ഫീൽ വന്നു, രേണു ഒന്നും കളിക്കാം. പക്ഷെ കളിക്കാൻ ട്രൈ ചെയ്യുന്ന കാർഡുകൾ മൊത്തം അവർ മറ്റേ അത് അവർക്ക് ഫോക്കസ് കിട്ടാത്തതുകൊണ്ടാണ്. ഇന്ന് മറ്റേ വിധവാ കാർഡും സ്ത്രീ കാർഡും ഒക്കെ ഒന്ന് ഇറക്കി നോക്കിയായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിൽ അനുമോള് ശരിക്കും അതിനകത്തിൽ അന്നേരം ഒന്ന് പെർഫോം ചെയ്ത്, ചേച്ചി ഇതൊക്കെ കൈ വെച്ചാൽ മതി, ഇത് നടക്കത്തില്ല. ഇവിടെ സ്വന്തമായിട്ട് പറയുന്നതാണെങ്കിൽ സ്വന്തമായിട്ട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെല്ല, അത് മൊത്തത്തിലുള്ള സ്ത്രീകളെ. അതുപോലെ അക്ബറും അത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേറെ ആരെയായിട്ടാ തോന്നിയിട്ടുള്ളത്? പിന്നെ ബിൻസി ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് കുറച്ചൊന്നും സംസാരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ബിൻസിക്ക് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് പറഞ്ഞൂടെ. അങ്ങനെ ഒരു ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ശൈത്യക്കും അങ്ങനെ ഒരു വലിയൊരു ഗെയിം പ്ലാൻ ഉണ്ടെന്നോ, അങ്ങനെ ഒരു കൂട്ടത്തിൽ അങ്ങ് ഒഴുകി പോകുന്ന ഫീൽ മാത്രമേ ഉള്ളൂ. പിന്നെ കലാഭവൻ സാരിക, പുള്ളിക്കാരി അങ്ങ് കിച്ചണിലേക്ക് ഒതുങ്ങി പോയ ഒരു ഫീലാണ് പുള്ളിക്കാരി. സാരിക, പിന്നെ രഞ്ജിത്ത്, ഇവരെല്ലാം അങ്ങ് അടുക്കളയിൽ ഒതുങ്ങി പോയ പോലെ ഒരു ഫീലാണ്. പിന്നെ വേറൊരാളെ ഞാൻ നോട്ടീസ് ചെയ്ത് റെന ഫാത്തിമ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കുറച്ച് നല്ലതായിരുന്നു. പക്ഷെ ഇന്നൊക്കെ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം മുതലേ പുള്ളിക്കാരി ഇച്ചിരി ഡൗൺ ആയി വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ആദ്യത്തെ ദിവസം എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എനിക്ക് തോന്നിയായിരുന്നു പ്രായം നമ്മൾ ചെറുപ്പമായിട്ട് കണ്ടാലും പുള്ളിക്കാരി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ തോന്നി. നല്ല പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരി സംസാരിക്കുന്നത്. പക്ഷെ ഇന്നൊന്നും അത്രയൊന്നും. നാളത്തെ പ്രോമോയിലും അവർ തമ്മിലൊരു വഴക്ക് കാണുന്നുണ്ട്, ഒന്നിലും രനയും തമ്മിൽ. പക്ഷേ അറിയില്ല രന എങ്ങനെ ആയിരിക്കും അതിനെ റെസ്പോണ്ട്. പക്ഷെ അതിനെനിക്ക് ഒരു റീസൺ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി 19 വയസ്സുള്ള ഒരു കുട്ടി. അപ്പൊ അതിന്റെ ഒരു ഏജിലുള്ള ഒരു ജെൻസി ഏജിലുള്ള ഒറ്റ ഒരാൾ പോലും അവിടെ ഇല്ല, മനസ്സിലായി. അപ്പൊ അത് കാരണം ആ ഒരു ഏജ് ഗ്യാപ്പിന്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലാണ്. ആരും ആ ഒരു ഏജിലുള്ള അതിന്റെ ഏജിലുള്ള ആരും ഇല്ല. നമ്മുടെ ആര്യൻകുട്ടന്റെ കളിയൊക്കെ ഇച്ചിരി താഴോട്ട് പോയി. പുള്ളി എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഇടിഞ്ഞത് അക്ബർ പുള്ളിക്കാരനെ ഏൽപ്പിച്ചു, പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ എഴുന്നേപ്പിച്ച് നിന്നപ്പോൾ മുതൽ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവൽ പറഞ്ഞു. പുള്ളി ഇച്ചിരി സെഡായി നിൽക്കായിരുന്നു, സെഡായി മോനോസ് എന്ന് പറയുന്ന പോലെ. പിന്നെ എനിക്ക് ഇപ്പൊ നമ്മള് ഇതിനകത്ത് ഇച്ചിരി പുറകോട്ട് നിന്ന്, അല്ലെങ്കിൽ ഇന്ന് ഇച്ചിരി പുറകോട്ട് പെർഫോമൻസ് കണ്ടവരെ ആദിലാനൂറുണ്ട്. ആദിലാനൂറ് അതുപോലെ എല്ലാരും പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു. നാളെ കളി തുടങ്ങുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ സോഫാർ ഇത്രയും പേരാണ് നമ്മുടെ അഭിപ്രായത്തില് പുറകോട്ട് നിൽക്കുന്നവര്. പക്ഷെ ബാക്കിയുള്ള ഇനിയും നമുക്ക് നന്നായിട്ട് കളിക്കുന്നവരെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിനക്ക് ഏറ്റവും നീ റാങ്കിങ്ങിൽ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്ന ആരായിട്ടാ തോന്നി? നന്നായിട്ട് കളിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തത് ഷാനവാസ് ഉണ്ട്. ഷാനവാസാണ് എന്റെ ഇതിനകത്ത്. അക്ബർ ആണോ നന്നായിട്ട് ഞാൻ ലിസ്റ്റ് പറയാൻ പ്ലാൻ ഉള്ളത് അക്ബറിന്. അതായത് പ്ലാൻ പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാനിങ് ചെയ്ത് ഒരു കളിയിൽ ഏതൊക്കെയുണ്ട് പോയിന്റ്സ്, ഇതുവഴിയൊക്കെ ഹോൾസ് എങ്ങനെയുണ്ടെന്ന് ഷാനവാസ് ഉണ്ട്. പക്ഷേ ഷാനവാസ് അത് പുറത്ത് പറയുന്നില്ല, ഇന്നൊക്കെയാണ് അതിന്റെ ലൂപ്പ് ഹോൾസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ മാത്രമേ ഷാനവാസ് അതിന്റെ ലൂപ്പ് ഹോൾസ് പറയുന്നുള്ളൂ. പക്ഷേ ഷാനവാസ് നന്നായിട്ട് പുള്ളിയുടെ മറ്റേ ആ സാധനമൊക്കെ മാറ്റി വെച്ച് തുണി പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ മാറ്റി നിർത്തിയതോടുകൂടി പുള്ളി കുറച്ചുകൂടി മുമ്പോട്ട് കയറി വരുന്നു. എനിക്കൊന്നത് പുള്ളി ഒരു ഫസ്റ്റ് വീക്കിൽ ഒരു ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അത് പറഞ്ഞായിരിക്കാം എന്ന് എന്റെ ഒരു വിചാരം. കാരണം ഓർമ്മയുണ്ടോ അഖിൽമാരാറിന്റെ സീസണിൽ പുള്ളി ആദ്യം മറ്റേ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു സാധനം, മറ്റേ വേറെ കുറച്ച് സാധനമൊക്കെ പറഞ്ഞിട്ട് ആ ഫസ്റ്റ് വീക്കിൽ ഒരു ടോക്ക് ഉണ്ടാക്കും. അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി, അല്ലാതെ പുള്ളിയുടെ നേച്ചർ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ കളിക്കണം എന്ത് വിധത്തിലും കളിച്ച് മുന്നോട്ട് വരണം എന്നുള്ള ഒരു വിഷൻ ഉണ്ട് ഇവർക്കെല്ലാം. അതായത് അതേപോലെ അപ്പാനി ശരത്ത് പക്ഷെ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്. പുള്ളി അങ്ങനെ എന്താ ക്രിക്കറ്റായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. പുള്ളിക്ക് എങ്ങനെയും കളിക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എങ്ങനെയാലും ആരെയും അന്ന് തന്നെ മറ്റേ ശൈത്യം എടുത്തോണ്ട് പോകുന്നതിനകത്ത് പുള്ളിക്ക് ഒരു കുറ്റബോധമുണ്ട്. പക്ഷെ അവളെ ഔട്ട് ആക്കണമെന്നുണ്ട്. ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ പുള്ളി നിൽക്കുന്നത് അതൊക്കെ ഒരു രസമുണ്ട്. എന്നുവെച്ചാൽ ഒരു റോ ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുന്നത്. പുള്ളിയായിട്ട് തന്നെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഉയർന്നു വരുന്ന ഒരാൾ ബിൻസി അല്ല ബിന്നി ഭയങ്കര ക്രിക്കറ്റ് പ്ലെയർ ആണ്. കണ്ണിങ് ആയിട്ടാണ് പ്ലെയർ രണ്ടിടത്ത് നിൽക്കുന്നത്. പക്ഷെ അത് അവർക്ക് മനസ്സിലായി. അതായത് അകത്തെ പ്ലേയേഴ്സിന് മനസ്സിലായി ബിന്നി കളിച്ചു തുടങ്ങിയിട്ടുണ്ട്, ബിന്നി കയറി സ്കോർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതോടുകൂടി ബിന്നി ടാർഗറ്റ് ചെയ്യുന്നു. അക്ബർക്കാണെങ്കിലും ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബിന്നിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ബിന്നിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടാവുന്നത്. പക്ഷെ പുള്ളിക്കാരി നന്നായിട്ട് കളിക്കുന്നുണ്ട്, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ. ഇപ്പൊ എങ്ങനെയാണെങ്കിലും അവര് കളിക്കുന്നുണ്ട്, മാറി നിൽക്കുന്നില്ല. ഒരു സീരിയലിന്റെ ആക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അല്ല ഇമേജ് പോകുന്നു പറഞ്ഞിട്ട് ഒന്ന് മാറി. ഇപ്പം
രാവിലെ ആണല്ലേ ശൈത്യനെ എഴുന്നേപ്പിക്കാനൊക്കെ പോയത്. പുള്ളിക്കാരിയെ വന്ന് മറ്റേ അപ്പാനിശരത്തിനെയും അക്ബറിനെയും വിളിച്ചോണ്ട് പോകുന്നത്. അപ്പൊ പുള്ളിക്കാരി അതിനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അല്ല ഞാൻ ഇനി അവരെ എടുത്തോണ്ട് പോയി ഔട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇമേജ് പോകുമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് മാറി. അക്ബറിനെ പോലെ, ഷാനവാസിനെ പോലെ, അപ്പാനിശരത്തിനെ പോലെ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ പലരും പല തരത്തിലാണ് ചിന്തിക്കുന്നു. ഒരാൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നു, ഒരാൾ ഒരു ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്നു, ഒരാൾ അതിനകത്ത് ലൂപ്പ് ഹോൾസ് നോക്കാൻ ട്രൈ ചെയ്യുന്നു. അപ്പൊ വെച്ചാൽ നമുക്ക് പല രീതിയിലുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യും. പിന്നെ ഇവർക്ക് ഒരു കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്, എന്റർടൈൻമെന്റ് ഫാക്ടർ എല്ലാവർക്കും ഉണ്ട്. അത് കാരണം നമുക്ക് കാണാനുണ്ട്. അതായത് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി, ഒരു ദേഷ്യമോ തോന്നുന്നില്ല. ഇപ്പൊ ഈവൻ അനീഷ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ, അനീഷ് ഭയങ്കര അഡമന്റ് ആയിട്ട് എല്ലാവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് തോന്നില്ല. അത് പക്ഷെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ആൾക്കാർ പ്രൊവോക്ഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ, അവര് പ്രൊവോക്ക് വരുന്നുണ്ട്. പക്ഷെ പുള്ളിയും പ്രൊവോക്ക് ആക്കപ്പെടുന്നുണ്ട്. എപ്പോഴും ഷാനവാസിന്റെ അടുത്തുനിന്ന്. ഷാനവാസിന് പുള്ളിയുടെ ഗെയിം എക്സാക്ട്ലി പിടികിട്ടി. ഷാനവാസ് അപ്പൊ നൈസ് ആയിട്ട് ആ ഒരു സ്ട്രാറ്റജി പിടിച്ചു നിന്നിട്ട് അപ്പം പുള്ളി പറയുമ്പോൾ അനീഷിന് ഇതാവുകയും ചെയ്യുന്നുണ്ട്, ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. അപ്പം പ്രൊവോക്ക് ചെയ്യാൻ അപ്പം ആ ഒരു ഗെയിം ഒക്കെ നമുക്ക് കാണാൻ. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് കുറച്ചും കൂടെ എനിക്കൊരു മാനസികമായിട്ട് ഇഷ്ടം തോന്നിയൊരു കണ്ടസ്റ്റന്റ് നെവിൻ എന്ന് പറയുന്നത്. നെവിൻ ഭയങ്കര എന്റർടൈൻമെന്റ്. അതൊരു നമുക്ക് ഒട്ടും നെഗറ്റീവ് തോന്നാതെ, പുള്ളി നെഗറ്റീവ് കാര്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒട്ടും നെഗറ്റീവ് തോന്നാതെ നമുക്ക് ഭയങ്കര തമാശയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാൻഡ് എടുത്തിട്ട് അതെ ഞാൻ എടുത്തിട്ടുണ്ടേ. നമ്മൾ 2-3 ദിവസത്തെ മുമ്പലത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, പുള്ളി എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അവിടെ വായു തപ്പുകയും ഏതൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യുന്നത് അന്ന് അറിയത്തില്ലായിരുന്നു. ഇന്നലെ മുതൽ ആ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. പുള്ളി ഇത് തപ്പുമായിരുന്നു എല്ലാവരുടെയും ബാഗിനകത്തുള്ളത്. ബാൻഡ് തപ്പിയിട്ട് അല്ല, എന്നിട്ട് ആ പുള്ളി പറഞ്ഞ ഡയലോഗ് ഒക്കെ എന്നിട്ട് നൈസായിട്ട് മറ്റേ ജിസേലിന്റെയും ആര്യന്റെ എടുത്തിട്ട് ഞാനൊന്നും അറിയാത്ത പോലെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടേ എന്ന് തന്നെ പറയുന്നു. അവള് പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ടേ എന്ന് തന്നെ പറയുന്നു. എന്നിട്ട് അങ്ങോട്ട് അവരെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ടേ. പുള്ളിയുടെ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ എക്സ്പ്രഷൻ ഒക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, മറ്റേ കൂക്കർ കുത്തി കാണിക്കുന്നവർക്കൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം പുള്ളിയുടെ സംസാരവും കൂടെ, അതായത് പുള്ളി ഇച്ചിരി സ്ക്രീൻ സ്പേസ് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്. പുള്ളി അതൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ ആയിട്ട് കാണിക്കുന്നതാണ്. പുള്ളിയുടെ എക്സ്പ്രഷൻസ് വളരെ നല്ല. പുള്ളി ജിസേലുമായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ നല്ല രസമുള്ളതാണ്. അതുപോലെ ഇന്നാണെന്നുണ്ടെങ്കിൽ മറ്റേ ക്യാമറയോടുള്ള ഒരു കോൺവെർസേഷൻ അത് ഭയങ്കര രസമില്ലായിരുന്നു. ആ ക്യാമറയോട് നീ എന്നെ നോക്കണ്ട, ഞാൻ അല്ലാത്തപ്പോൾ നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഞാൻ വിചാരിച്ചതേ അല്ല. പിന്നെ ഡിബേറ്റ് ടാസ്കിൽ എന്താ അടിപൊളിയായിട്ടുള്ള പോയിന്റ് പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. പുള്ളി പോയിന്റ് പറഞ്ഞു മറ്റേ നൈസായിട്ട് മറ്റേ ചോരക്കാരുടെ നിറക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു. ജിസലും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ജിസലിന് ലാംഗ്വേജിന്റെ പ്രോബ്ലം ഉണ്ട് ഒബ്വിയസ്ലി, പക്ഷെ പുള്ളിക്കാരി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഓവർകം ചെയ്ത് വരാൻ വേണ്ടിട്ട്. പിന്നെ ഉള്ളത് അഭിലാഷ് കുറച്ച് ഡൗൺ ആയി. പുള്ളിക്കാരി കളിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ആദ്യത്തെ അത്രയും അങ്ങോട്ട് കയറി വരുന്നില്ല. പിന്നുള്ളത് നമ്മുടെ ശാരിക അതുപോലെ തന്നെ. ശാരിക നമ്മൾ മറ്റേ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ല. ശാരികയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഗെയിമിന്റെ മാത്രമല്ല, ശാരികയുടെ ഒരു ഗെയിം ഈ പ്രശ്നത്തിനകത്ത് പോയി ഇടപെട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തോ സംഭവം എന്ന് വെച്ചാൽ ശാരികയ്ക്ക് ഗ്യാപ്പ് കിട്ടാൻ ആരും കൊടുക്കുന്നില്ല. അപ്പോഴത്തേക്കും ഒന്നുകിൽ അതൊരു ക്ലോസ്ഡ് സർക്കിളിലായി. അപ്പൊ എന്താ വെച്ചാൽ ശാരികയ്ക്ക് പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ ആയിരിക്കുന്ന ഗ്രാഫ്, കയറുന്നില്ല ഇറങ്ങുന്നില്ല. ചില ദിവസങ്ങളിൽ ചിലപ്പം എന്തെങ്കിലും ഒരു സംഭവത്തിനകത്ത് എന്തെങ്കിലും ഒരു പറയാൻ ക്ലിപ്പ് കിട്ടും, ഒരു 2 മിനിറ്റത്തെ ഇത് സ്ക്രീൻ സ്പേസ് കിട്ടും. അതെല്ലാ എപ്പിസോഡിലും ഒരു 2 മിനിറ്റ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. അതേ ഉള്ളൂ, അത് കൂടുതലും കുറവില്ല. അതിൽ കൂടുതൽ എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ല പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന്. ഞാനും എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ പുള്ളിക്കാരി കളിക്കുമെന്നുള്ളത്. അതെ, അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ അഭിപ്രായത്തിൽ നന്നായിട്ട് കളിക്കുന്നവരും. അപ്പം നാളത്തെ എപ്പിസോഡിലും ഇനി കുറച്ചും കൂടെ കണ്ടന്റ് കിട്ടുന്നുണ്ട്. ഈ വീക്ക്ലി ടാസ്കിനെ പറ്റി എന്താ അഭിപ്രായം? എങ്ങനെ മറ്റേ ബിഗ് ബോസ് ഈ പ്രാവശ്യം ബിഗ് ബോസ് അടിപൊളിയാണ്. ബിഗ് ബോസിന്റെ ഗെയിം പ്ലാനിങ്, ഗെയിം എക്സിക്യൂഷൻ, കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസും തമ്മിൽ ആടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഗെയിം അടിപൊളിയായെങ്കിലേ കണ്ടസ്റ്റൻസും അടിപൊളിയാവുള്ളൂ. ഈ പ്രാവശ്യത്തെ ഗെയിംസ് അടിപൊളിയാണ്. തുടങ്ങിയപ്പോ മുതലുള്ള ഗെയിംസ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റന്റും ഒന്നിനൊന്ന് പൊളിയാണ്. അവരും നന്നായിട്ട് ഇടുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് സീസണിന്റെ വൈബ് കിട്ടുന്നത് ഓർമ്മയുണ്ട്. സാമൂനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാക്ടിക്സ് ഒക്കെ ഉണ്ടാക്കി കളിക്കുന്ന ആ ഒരു, അപ്പൊ അതിനെ പൊളിക്കാൻ വേണ്ടി ബിഗ് ബോസ് അന്ന് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സെയിം സാധനം എനിക്ക് പ്രാവശ്യം ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ കുറെ ആ അക്ബറിന്റെ ട്വിസ്റ്റ് ഭയങ്കരമായിരുന്നു. അക്ബറിന്റെ ഗോൾഡൻ കിട്ടിയിട്ട് പോലും അവര് നോമിനേഷനിൽ വന്നു. അതൊരു വന്യ ട്വിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നാളെ ഇതേപോലെ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിനകത്തില് നമ്മുടെ പ്രോമോയ്ക്കകത്തില് അക്ബർ എന്തോ കവർ എടുത്തിട്ട് കളയുവോ എന്തൊക്കെയോ സംതിങ് ചെയ്യുന്നുണ്ട്. പണിപ്പുര എനിക്കൊന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കുമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് ഇവര് പുതിയ ടാക്ടിക്സ് പ്ലാൻ ചെയ്തിട്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം അക്ബർ ഉണ്ടായിരുന്നില്ല പണിപ്പുര കയറാൻ. അപ്പം പുള്ളി ടാക്ടിക്സ് വെച്ചിട്ട് കയറാൻ നോക്കിയപ്പോ അതെന്തായാലും എന്തോ മറ്റേ മിന്നൽ പേടിയുണ്ടോന്നോ ഇടി പേടിയുണ്ടോന്നോ എന്താണ് പേടിയുണ്ടോന്നോ അങ്ങനെ ഏതാണ്ട് ഒരു സംഭവം കൂടെ ചോദിച്ചു. അപ്പൊ എന്തോ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ട്. ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊരു ഭയങ്കര രസമാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ. അതുപോലെ തന്നെ ഇന്ന് മറ്റേ ഡെസ്റ്റിനി ഇത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ തിരിച്ചെടുക്കുക. അത് അവിടെ അക്ബർ നന്നായിട്ട് പ്ലേ ചെയ്തു. അതൊരു നല്ല ബ്രില്യൻ മൂവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ
വേറെ ഇന്ന് പിന്നെ വേറെ. പക്ഷേ ഈ ഫസ്റ്റ് വീക്കിലെ എലിമിനേഷൻ ഒരു സ്റ്റിൽ ഒരു പ്രോബ്ലം തന്നെ. പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് ചിലപ്പോൾ ഒരു വീക്കും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആൾക്കാർ എന്ന് വെച്ചാൽ ഇപ്പം ഹാഫ് ഓഫ് ദ ആൾക്കാർ നന്നായിട്ട് കളിക്കുന്നവരാ. അപ്പം ഗ്രാജുവലി പുറകെ നിൽക്കുന്ന കളിക്കാർക്ക് മുമ്പോട്ട് വന്നേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് ഫ്രണ്ട് ടോപ്പ് ലെയറിൽ. അപ്പം ഗ്രാജുവലി അവർ വരും. ചിലപ്പോൾ ഒരാഴ്ച കൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ എനിക്ക് വരുമെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല ഈ പ്രാവശ്യത്തെ എലിമിനേഷൻ എങ്ങനെ പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻസും എല്ലാം തുടർന്നുള്ള വീഡിയോകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. താങ്ക് യു. താങ്ക് യു.